എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയും കട്ടമറോ വില്ലനും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടിയ ബഹളം. അവർ രണ്ടുപേരും അവരുടെ ഫുൾ സ്ട്രെങ്തിൽ ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഹോക്കി പവർ അതിപ്പോൾ അങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങും. പക്ഷെ പഞ്ചിന്റെ ഇമ്പാക്റ്റിൽ നമ്മുടെ ലൂഫി ആണെങ്കിൽ ഒരുപാട് ദൂരേക്ക് തെറിച്ചു പോവാണ്. കട്ടമറുവിനാണെങ്കിൽ പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ അവൻ അതേ സ്ഥാനത്ത് നിൽക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ പവർ എടുത്ത് ആഞ്ഞെട്ടിക്കും. പക്ഷെ കട്ടമറു ലൂഫിയുടെ പഞ്ച് അത് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത് അതെല്ലാം തന്നെ തട്ടിമാറ്റി അവൻ അച്ചറം പൊച്ചറം ഇട്ടിക്കും. ഇത്തവണ ലൂഫിയും ഡെയിലി പറഞ്ഞു കൊടുത്ത ആ കോൺസെൻട്രേഷൻ ടെക്നിക്ക് അതൊക്കെ ഉപയോഗിച്ച് കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവന്റെ പഞ്ച് മനസ്സിലാക്കും. ലൂഫി അവന്റെ ഒരു പഞ്ച് മനസ്സിലാക്കുമ്പോഴേക്കും അവന്റെ രണ്ട് പഞ്ച് അത് ലൂഫിയുടെ മുഖത്ത് വീഴും. ലൂഫി ആണെങ്കിൽ അവന്റെ പവറിനെ കഴിഞ്ഞും കൂടുതൽ പവർ റിലീസ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. കാറ്റഗറിയെ കഴിഞ്ഞും പവറും എബിലിറ്റിയും ലൂഫിക്ക് കൂടുതലാണെന്ന് അവന് തെളിയിക്കണം. അതിനുവേണ്ടിയാണ് ലൂഫി കഷ്ടപ്പാട് മുഴുവൻ അയക്കുന്നത്. അതേസമയം കാറ്റഗറി വില്ലനാണെങ്കിൽ ലൂഫിയെ ഡയറക്റ്റ് ആയിട്ട് നിന്ന് ഒരു ഹെൽത്തി ഫൈറ്റിലൂടെ തോൽപ്പിക്കണം എന്നത് മാത്രമാണ് ലക്ഷ്യം. അങ്ങനെ രണ്ടുപേരും രണ്ട് താല്പര്യങ്ങൾ മനസ്സിൽ ഒതുക്കി പിടിച്ച് കോൺഫിഡൻസ് കൈവിടാതെ പൊരിഞ്ഞ പോരാട്ടം. അങ്ങനെ ഒരുപാട് നേരം ഫൈറ്റ് മുൻപോട്ടേക്ക് പോകുമ്പോൾ ലൂഫിക്ക് അവന്റെ എബിലിറ്റി അത് കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നും. അവൻ ഓൾമോസ്റ്റ് ആ കട്ടകുറിയുടെ പഞ്ച് അതെല്ലാം തന്നെ ഫോർകാസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. 2 വർഷത്തിന് മുൻപ് ലൂഫിയും റെയ്ലിയും അവർ രണ്ടുപേരും കാട്ടിൽ വെച്ച് ട്രെയിനിങ് എടുത്ത ആ ഒരു രംഗം. റെയ്ലി ആണെങ്കിൽ സ്റ്റിക്ക് വെച്ച് ലൂഫി ആഞ്ഞടിക്കും. പക്ഷേ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഇപ്പൊ ലൂഫി ആണെങ്കിൽ റെയ്ലിയുടെ പഞ്ചിങ്ങും അറ്റാക്കും എല്ലാം തന്നെ ഫോർകാസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പഠിച്ചു. ലൂഫി ആണെങ്കിൽ ഓൾമോസ്റ്റ് 20 പഞ്ചിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ 100 പഞ്ച് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ലൂഫിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കഴിയൂ. ലൂഫിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. റെയ്ലി ആണെങ്കിൽ ഫുഡിന്റെ കാര്യം പറഞ്ഞ് ലൂഫിയെ കൂടുതൽ വെറുപ്പിക്കും. എന്ത് വന്നാലും ഫുഡ് കഴിച്ചേ പറ്റൂ. സോ എങ്ങനെയെങ്കിലും നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് എനിക്ക് 100 കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ പ്രാക്ടീസ് അതങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സമയം അതിപ്പോ സന്ധ്യ ആയിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ആ കാട്ടിൽ ഒരുപാട് ദിവസമായി താമസിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ആനിമൽസ് എല്ലാം അവന്റെ നല്ല ഫ്രണ്ട്സാണ്. ലൂഫിയുടെ അവസ്ഥ കണ്ട് അവറ്റകൾ ഫുഡ് ലൂഫിക്കായി കൊണ്ടുവരും. അതിന് ലൂഫി പറയും, എനിക്കിത് ഇപ്പൊ ആവശ്യമില്ല, എനിക്കറിയാം ഉള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഈ ഫുഡ് തരുന്നതെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ മാസ്റ്റർ പറഞ്ഞതുപോലെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം, അതിന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവന്റെ ഫ്രണ്ട്സായ ആനിമൽസിനെ എല്ലാം അവിടേക്ക് വിളിച്ചു വരുത്തും. അവന്റെ ഫ്രണ്ട്സ് ആനിമൽസ് എല്ലാം ലൂഫി അച്ചറം പൊച്ചറം ഇടിക്കാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ സിമ്പിളായി അറ്റാക്കുകളിൽ നിന്ന് എല്ലാം രക്ഷപ്പെടുമ്പോഴായിരിക്കും ചുവന്ന കണ്ണുകളുമായിട്ട് ഒരു ടെറർ ലയൺ അത് അവിടേക്ക് ചാടി വീണ് ലൂഫി അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യുക. അതിന്റെ അറ്റാക്ക് അത് മുഴുവനായിട്ടും ലൂഫിയുടെ ദേഹത്ത് കൊള്ളും. അടുത്ത നിമിഷം ആ ഒരു ലയൺ അതങ്ങനെ ക്ഷീണിച്ച് താഴേക്ക് വീഴുകയാണ്. ലൂഫി അതിനെ ചെക്ക് ചെയ്യും. അതിന്റെ ബോഡിയിൽ വലിയൊരു മരക്കൊമ്പ് അതങ്ങനെ കുത്തി കയറിയിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ലൂഫിയും റെയ്ലിയും അവർ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് തുടങ്ങും. പക്ഷെ ഇത്തവണ ലൂഫി ആണെങ്കിൽ റെയ്ലിയുടെ ഓൾമോസ്റ്റ് അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. 68 പഞ്ച് ലൂഫി ഇപ്പോൾ വളരെ എളുപ്പത്തിൽ മിസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചുരുക്കം ചിലതും കൂടെ മിസ് ചെയ്യുകയാണെങ്കിൽ അവന് ഫുഡ് കഴിക്കാൻ പറ്റും. ചുറ്റുമുള്ള ആനിമൽസ് എല്ലാവരും കണ്ണിമ വെട്ടാതെ ലൂഫിയുടെ പെർഫോമൻസ് നോക്കി നിൽക്കും. അവൻ അധികം സമയം വൈകാതെ തന്നെ 99 വരെ റീച്ച് ചെയ്യും. അവസാനത്തെ പഞ്ച് അതിൽ നിന്നും ലൂഫി രക്ഷപ്പെട്ട് ഇപ്പൊ 100 കംപ്ലീറ്റ് ചെയ്യാണ്. റെയ്ലി ആണെങ്കിൽ അവൻ അഭിനന്ദിച്ച് ലൂഫിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് അവൻ അനുവദിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. പ്രസന്റിലാണെങ്കിൽ ലൂഫി ആ വില്ലന്റെ ഒരുപാട് പഞ്ചിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. ഉടനെ ആ വില്ലൻ അവൻ 9 ഡോണറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ലൂഫിക്ക് നേരെ പാഞ്ഞടുക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ പ്രാക്ടീസും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ റെയ്ലി കൊടുത്ത ഫുഡ് അതങ്ങനെ ആക്രാന്തത്തോടെ വലിച്ചു വാരി തിന്നുകയാണ്. അത് കണ്ട് റെയ്ലി ലൂഫിയോട് പറയും, സത്യത്തിൽ നിനക്കൊരു കാര്യം അറിയോ, ഈ ലോകത്ത് ഒരുപാട് ഡിഫറെന്റ് പവറൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് മുൻകൂട്ടി കാണാനും പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപയോഗിച്ച് നിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ പോലും അവർക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരാള് നിന്റെ മുൻപിൽ വന്നാൽ നീ എങ്ങനെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് ചോദിക്കും. അത് കേട്ട് ലൂഫി ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിനുശേഷം വീണ്ടും അവർ ട്രെയിനിങ് ഒക്കെ എടുക്കാനായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. റെയ്ലി പറഞ്ഞതുപോലെ ഫോർകാസ്റ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാള് ഇപ്പൊ അവന്റെ ഓപ്പണന്റായി എത്തിക്കഴിഞ്ഞു. ഇതാണ് ആ സമയം, എന്റെ എല്ലാ കഴിവും എബിലിറ്റി ഉപയോഗിച്ച് എനിക്ക് അവനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ലൂഫി അവൻ ആ കട്ടുകുറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന
കളിലേക്ക് മുഴുവൻ അങ്ങനെ എയിം ചെയ്ത് നിൽക്കും. അതിനുശേഷം അവനും എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. കട്ടകുറിയുടെ ആ ഡോണറ്റ്സിനുള്ളിൽ നിന്ന് വരുന്ന കൈകളുടെ പഞ്ച് അത് ഏതൊക്കെ ഡയറക്ഷനിൽ എങ്ങനെയൊക്കെ വരുമെന്ന് ഇപ്പൊ നമ്മുടെ ലൂഫി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഞൊടിയിടയിൽ ലൂഫിയെ പഞ്ച് ചെയ്യാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ ആ പഞ്ചിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണ്. കട്ടകുറി അവന്റെ കാലങ്ങനെ നീട്ടി ലൂഫിയെ അടിച്ചു വീഴ്ത്തിക്കാനായിട്ട് ശ്രമിക്കും. ലൂഫി ആണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും. അടുത്തായിട്ട് കട്ടകുറി കൈ ചുരുട്ടി മുഖത്തടിക്കാനായിട്ട് ചാടി വീഴുമ്പോൾ ലൂഫി അവന്റെ കൈ ചുരുട്ടി അവന്റെ പഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാണ്. പക്ഷേ എന്താ, കട്ടകുറിയുടെ ഹോക്കി പവറിന് മുൻപിൽ ലൂഫിയുടെ സ്ട്രെങ്ത് അതൊട്ടും തന്നെ മതിയാവുന്നില്ല. അവൻ വേദനയിൽ നിലവിളിക്കും. ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി കട്ടകുറിയെ വെട്ടിത്തെറിപ്പിച്ച് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ചോര തുളുമ്പി കട്ടകുറി അവൻ നൈസായിട്ട് ഒരു ഭാഗത്തേക്ക് തിരിയും. കട്ടകുറിക്കാണെങ്കിൽ അവന്റെ ദേഷ്യവും പകയും ഡബിളാകും. അവനും കൈ ചുരുട്ടി ലൂഫിയെ ഇടിച്ചു വീഴ്ത്തി. പിന്നീട് രണ്ടുപേരും ഒരുപാട് നേരത്തേക്ക് പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിന് ശേഷം അവർ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഒരു 2 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും. അതിനുശേഷം വീണ്ടും അവർ ഫൈറ്റ് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് സാഞ്ചിയെയും പുട്ടിങ്ങിനെ കാണിക്കും. സാഞ്ചി ആണെങ്കിൽ അവളോട് നന്ദി പറയും. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നീ ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് നിന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് ചെയ്യാനായത്. അത് കേട്ട് അവളുടെ ഉള്ളിലെ ബീസ്റ്റ് അത് പുറത്തേക്ക് വരും. നീ എന്റെ അടുത്ത് നിന്ന് അല്പം നീങ്ങിയിരിക്കെ, നമ്മൾ ആരെങ്കിലും കണ്ട നമ്മുടെ വിവാഹം കഴിഞ്ഞുവെന്ന് അവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഉണ്ടാവുന്നത് എനിക്ക് വലിയ അപമാനമാണെന്ന് പറയും. അതിനുശേഷം വീണ്ടും നോർമലായി മാറി കുറ്റബോധത്തിൽ അങ്ങനെ മുഖമൊക്കെ മറച്ച് തല താഴ്ത്തിയിരിക്കും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ലൂഫിയെ കുറിച്ച് തന്നെ ചിന്തിക്കും. ലൂഫി ആ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞ ോമിന്റെ ആൾക്കാരെല്ലാവരും റൗണ്ട് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യും. ലൂഫി അവിടേക്ക് എത്തുന്നതിന് മുൻപ് എനിക്ക് അവിടേക്ക് ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് ആ സ്വീറ്റ് ഐലാൻഡ് കാണിക്കും. ോമിന്റെ ആൾക്കാരുടെ ഒരുപാട് കപ്പലുകൾ അവരാണെങ്കിൽ ആ ഐലാൻഡ് മുഴുവൻ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അവിടെയുള്ള വില്ലന്മാരെല്ലാവരും ഇപ്പൊ ക്ലോക്കിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുകയാണ്. സമയമാണെങ്കിൽ 11:36 കൃത്യം 1 മണിക്ക് ലൂഫിയും അവന്റെ ആൾക്കാരും അവിടേക്ക് എത്തുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ബിഗ് മോമിന്റെ ഐലാൻഡിൽ ഇത്രയും വലിയൊരു യുദ്ധം അതാദ്യമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെതായ സീരിയസ്നെസ് ഉണ്ട്. അവരെല്ലാവരും കണ്ണിമ വെട്ടാതെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി കാത്തു നിൽക്കും. അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഒരു തൊപ്പിക്കാരനെ കാണിക്കും. ഇവന്റെ പേരാണ് ബ്രൗണി. അവന്റെ അസിസ്റ്റൻസ് ഒരു 10,000 പേര് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഒരു ബൾക്ക് ബോഡിക്കാരനെ കാണിക്കും. ഇവനും ബിഗ് മോമിന്റെ മകനാണ്. 600 മില്യൺ ബെറീസ് ആണ് ഇവന്റെ ബൗണ്ടി. അവനും അവന്റെ സേനയൊക്കെയായി നമ്മുടെ ആൾക്കാരെ ഒരു പാഠം പഠിപ്പിക്കാൻ അവിടേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം ജൊക്കോണ്ടെ എന്ന് പേരുള്ള ഒരു ചപ്പർ തലച്ചിയെ കാണിക്കും. ഇവളും ബിഗ് മോമിന്റെ മകളാണ്. അവൾക്കാണെങ്കിൽ അമ്മ ബിഗ് മോമിനെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും എന്റെ അമ്മയുടെ അഭിമാനം അത് ഞാൻ കാക്കുമെന്ന് പറയും. ബിഗ് മോമിന്റെ മക്കള് അവരെല്ലാവരും വലിയ വലിയ പടകളൊക്കെ ആയിട്ട് ഒന്നിനൊന്നായിട്ട് അങ്ങനെ നിരന്നു നിൽക്കും. യൂഗുൻ, മെക്കുരു എന്നിങ്ങനെ ഒരുപാട് ഡിഫറെന്റ് നെയിംസ് ഉള്ള ബിഗ് മോമിന്റെ ഒരു ഡസൻ മക്കള് അവരാണെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഓവനും അവന്റെ ആൾക്കാരും അവരാണെങ്കിൽ ഇപ്പോഴും ആ ഒരു വലിയ മിററിലേക്ക് നോക്കി നിൽക്കുകയാണ്. എപ്പോൾ ലൂഫി അതുവഴി ചാടി വീണാലും പെരിച്ചാഴിയെ തല്ലിക്കൊല്ലും പോലെ അവനെ തല്ലിക്കൊല്ലാനായിട്ട്. അങ്ങനെ സമയം വീണ്ടും മുൻപോട്ടേക്ക് പോവും. ഇപ്പൊ സമയം 12:05 അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഡയമെൻഷൻ കാണിക്കും. അവിടെ ലൂഫി ആണെങ്കിൽ അടികിട്ടി അനക്കമില്ലാതെ കിടക്കുകയാണ്. കട്ടമറു വില്ലനാണെങ്കിൽ ലൂഫിയുടെ പേര് വിളിക്കും. ലൂഫി, എന്തു പറ്റി? നീ തോറ്റുപോയോ? എഴുന്നേറ്റ് വാ, എന്നോട് ഫൈറ്റ് ചെയ്യ്. ആ കേട്ട് ലൂഫി അവൻ 4th ഗിയറിലേക്ക് പോയി സ്നേക്ക് മാനായി അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.